ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 204. ഗ്രീക്ക് ഭാഷയിൽ ശതാധിപനോട് സംസാരിച്ച് അനുവാദം വാങ്ങിയ പൗലോസ് അന്റോണിയ പടിക്കെട്ടിന്മേൽ നിന്നുകൊണ്ട് യഹൂദന്മാരോട് എബ്രായ ഭാഷയിൽ സുദീർഘമായ ഒരു പ്രസംഗം നടത്തി. യഹൂദ ജനത്തിൻ്റെ മാതൃഭാഷയായ എബ്രായയിൽ, അതായത് അരാമ്യ ഭാഷയിൽ തന്നെ പൗലോസ് പ്രസംഗിച്ചത് കേട്ടപ്പോൾ അവർ കൂടുതൽ ശ്രദ്ധാലുക്കളായി തീർന്നു. തൻ്റെ ബാല്യകാല ജീവിതം പൗലോസ് ഇവിടെ ഓർത്തുകൊണ്ടാണ് പ്രസംഗം ആരംഭിക്കുന്നത്. ഏതൊരു യഹൂദ ബാലനും അഭിലഷിക്കുന്ന സുപ്രസിദ്ധ ഗുരുവായ ഗമാലിയലിൻ്റെ പാദപീഠത്തിലിരുന്നു കൊണ്ട് പൗലോസ് ന്യായപ്രമാണം അഭ്യസിച്ചത് മുതലാണ് താൻ പ്രസംഗിച്ചു തുടങ്ങുന്നത്. മാത്രമല്ല, അതിൽ താൻ അഭിമാനം കൊള്ളുന്നു. തന്നെ കൊല്ലുവാൻ ആക്രോശിക്കുന്ന, ഇളകി മറിഞ്ഞു നിൽക്കുന്ന ഒരു ജനസമൂഹത്തെ നോക്കിക്കൊണ്ട് വളരെ സൗമ്യനായി തേജസ്സുള്ള മുഖത്തോടുകൂടി അതിഗംഭീരമായി ഇങ്ങനെ പ്രസംഗിക്കുവാൻ പൗലോസിനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. അതിന് കാരണം താൻ തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നുള്ളത്. ആദ്യം പൗലോസ് തൻ്റെ കൈകളെ ഉയർത്തി നിശബ്ദരാകുവാൻ ജനത്തോട് ആംഗ്യം കാട്ടി. അങ്ങനെ പെട്ടെന്നൊരു ശാന്തത അവിടെ പരന്നു. ഈ ജനത്തെ നോക്കിക്കൊണ്ട് എബ്രായിൽ നിന്ന് ജനിച്ച ആ എബ്രായൻ തൻ്റെ മാതൃഭാഷയിൽ ഇങ്ങനെ പറഞ്ഞു: സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ളവരെ, എനിക്ക് നിങ്ങളോട് നിന്നുള്ള പ്രതിവാദം കേട്ടുകൊള്ളുവിൻ. ഈ പ്രസംഗം അരാമ്യ ഭാഷയിലായതുകൊണ്ട്, അല്ലെങ്കിൽ എബ്രായ ഭാഷയിലായതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റി. സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ളവരെ, എനിക്കിന്ന് നിങ്ങളോടുള്ള പ്രതിവാദം കേട്ടുകൊള്ളുവിൻ. ഞാൻ കിലിക്കിയയിലെ തർസോസിൽ ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്ന് ഗമാലിയലിൻ്റെ കാൽക്കലിരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചനുമാകയാൽ നിങ്ങളെല്ലാവരും ഇന്നിരിക്കുന്നത് പോലെ ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു. ഞാൻ പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചുകെട്ടി തടവിലേൽപ്പിച്ചും ഈ മാർഗക്കാരെ കൊല്ലുവാനും മടിക്കാതെ ഉപദ്രവിച്ചും വന്നു. അതിന് മഹാപുരോഹിതനും മൂപ്പന്മാരുടെ സംഘമൊക്കെയും എനിക്ക് സാക്ഷികൾ. അവരോട് സഹോദരന്മാർക്കായി എഴുത്തു വാങ്ങിക്കൊണ്ട്, അതായത് ദമോസ്കസിൽ പാർക്കുന്നവരെയും പിടിച്ചുകെട്ടി ദണ്ഡനത്തിനായി യെരുശലേമിലേക്ക് കൊണ്ടുവരേണ്ടതിന് ഞാൻ അവിടേക്ക് യാത്രയായി. ഇങ്ങനെ പ്രയാണം ചെയ്ത് ദമോസ്കസിനോട് അടുത്തപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പെട്ടെന്ന് ആകാശത്തു നിന്ന് വലിയൊരു വെളിച്ചം എൻ്റെ ചുറ്റും മിന്നി. ഞാൻ അങ്ങനെ നിലത്തു വീണു. എന്നാൽ ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ന് എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. കർത്താവേ, നീ ആരെന്ന് ഞാൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന നസ്രായനായ യേശു ആകുന്നു ഞാനെന്ന് അവൻ എന്നോട് പറഞ്ഞു. എന്നോട് കൂടെ ഉള്ളവർ വെളിച്ചം കണ്ടു എങ്കിലും എന്നോട് സംസാരിക്കുന്നവൻ്റെ ശബ്ദം കേട്ടില്ല. കർത്താവെ, ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചതിന് കർത്താവ് എന്നോട്, നീ എഴുന്നേറ്റ് ദമസ്കസിലേക്ക് പോക. നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നത് എല്ലാം നീ അവിടെ നിന്നോട് പറയും എന്ന് കൽപ്പിച്ചു. ആ വെളിച്ചത്തിൻ്റെ തേജസ് ഹേതുവായിട്ട് കണ്ണു കാണായികയാൽ കൂടെയുള്ളവർ എന്നെ കൈക്ക് പിടിച്ച് നടത്തി. അങ്ങനെ ഞാൻ ദമോസ്കസിലെത്തി. അവിടെ പാർക്കുന്ന സകല യഹൂദന്മാരാലും നല്ല സാക്ഷ്യം കൊണ്ടവനായി ന്യായപ്രമാണപ്രകാരം ഭക്തിയുള്ള പുരുഷനായ അനന്യാസ് എന്നൊരുത്തൻ എൻ്റെ അടുക്കൽ വന്നു നിന്നു. സഹോദരനായ ശൗലേ, കാഴ്ച പ്രാപിക്ക എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ ഞാൻ കാഴ്ച പ്രാപിച്ചു. അങ്ങനെ അവനെ കണ്ടു. അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തൻ്റെ ഇഷ്ടം അറിയുവാനും നീതിമാനായവനെ കാണുവാനും അവൻ്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവൻ്റെ സാക്ഷിയായി തീരും. ഇനി താമസിക്കുന്നതെന്ത്? എഴുന്നേറ്റ് കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിൻ്റെ പാപങ്ങളെ കഴുകിക്കളയുക എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ യെരുശലേമിൽ മടങ്ങിച്ചെന്നു. ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന നേരം ഒരു വിവശതയിൽ ആകുകയും കർത്താവിനെ കാണുകയും ചെയ്തു. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.